നമസ്കാരം. ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 15-ലെ 13 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ബാക്കി ശ്ലോകങ്ങൾ ഇന്ന് പാരായണം ചെയ്ത അർത്ഥമൊന്ന് നോക്കാം. പഞ്ചദശാധികശതതമ സർഗ 115-ാം സർഗത്തിലെ 14-ാമത്തെ ശ്ലോകം മുതൽ പാരായണം ചെയ്യാം. ഏതദ് രാജ്യം മമ ഭ്രാതാ ദത്തം സന്യാസമുത്തമം യോഗക്ഷേമവഹേ ചേമേ പാദുകേ ഹേമഭൂഷിതേ. ഭരതശിരസാ കൃത്വാ സംന്യാസം പാദുകേ തതഃ അബ്രവീദ് ദുഃഖസന്തപ്തം സർവം പ്രകൃതിമണ്ഡലം. ക്ഷത്രം ധാരയത ക്ഷിപ്രം ആര്യപാദാവിമൗ മതൗ ആഭ്യാം രാജ്യേ സ്ഥിതോ ധർമ്മ പാദുകാഭ്യാം ഗുരോർമമ. ഭ്രാതാതു മയി സന്യാസോ നിക്ഷിപ്തഃ സൗഹൃദാദയം തമിമം പാലയിഷ്യാമി രാഘവാഗമനം പതി. ക്ഷിപ്രം സംയോജയിത്വാ തു രാഘവസ്യ പുനഃ സ്വയം ചരണൗ തൗ തു രാമസ്യ ദ്രക്ഷ്യാമി സഹ പാദുകൗ. തതോ നിക്ഷിപ്തഭാരോഹം രാഘവേന സമാഗതഃ നിവേദ്യ ഗുരവേ രാജ്യം ഭജിഷ്യേ ഗുരുവർത്തിതാം. രാഘവായ ച സന്യാസം ദത്വേമേ വരപാദുകേ രാജ്യം ചേദമയോധ്യാം ച ധൂതപാപോ ഭവാമ്യഹം. അഭിഷിക്തേ തു കാകുൽസ്ഥേ പ്രഹൃഷ്ടമുദിതേ ജനേ പ്രീതിർ മമ യശച്ഛൈവ ഭവേദ്രാജ്യാചതുർഗുണം. ഏവം തു വിലപന്തീനോ ഭരതഃ സമഹായശാഃ നന്ദിഗ്രാമേ കരോദ്രാജ്യം ദുഃഖിതോ മന്ത്രിഭിः സഹ. സവൽക്കലജടാധാരി മുനിവേഷധര പ്രഭുഃ നന്ദിഗ്രാമേ വസദ്ധീര സസൈന്യോ ഭരതസ്തദാ. രാമാഗമനമാകാംക്ഷൻ ഭരതോ ഭ്രാതൃവത്സലഃ ഭ്രാതുർവചനകാരീ ച പ്രതിജ്ഞാപാരകസ്തദാ. പാദുകേ തുഭിഷിച്യാഥ നന്ദിഗ്രാമേ വസത്തദാ. സവാലവചനം ഛത്രം ധാരയാമാസ സസ്വയം ഭരതശാസനം സർവം പാദുകാഭ്യാം നിവേദയൻ. തതസ്തു ഭരത ശ്രീമാൻ അഭിഷിച്യാര്യപാദുകേ തദധീനസ്തദാ രാജ്യം കാരയാമാസ സർവദാ. തദാ ഹി യത് കാര്യമുപൈതി കിഞ്ചിത് ഉപായനം ചോപഹൃതം മഹാർഹം സ പാദുകാഭ്യാം പ്രഥമം നിവേദ്യ ചകാര പശ്ചാത് ഭരതോ യഥാവത്. ഭരതനും
മന്ത്രിമാരും രാജ്യവാസികളുമെല്ലാം അയോധ്യയിൽ എത്തുന്നു. അയോധ്യ വളരെ ശോകമൂകമായി കാണുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ എല്ലാവരെയും നമസ്കരിച്ചിട്ട് ഭരതൻ നന്ദിഗ്രാമത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് രാജ്യം ഭരിക്കാൻ ഭരതൻ ഉദ്ദേശിക്കുന്നത്. ജ്യേഷ്ഠനെ പോലെ തന്നെ കാട്ടിൽ വസിച്ചുകൊണ്ട് മരവുരി ഉടുത്ത് കാഷായ വസ്ത്രമെല്ലാം അണിഞ്ഞ് അവിടെ ഇരുന്ന് രാജ്യഭരണം നടത്തുവാൻ ഉദ്ദേശിച്ച് നന്ദിഗ്രാമത്തിലേക്ക് എല്ലാവരും കൂടെ പുറപ്പെടുകയാണ്. ക്ഷണിക്കാതെ തന്നെ ബാക്കിയുള്ള പ്രജകളും വസിഷ്ഠനുമെല്ലാം അദ്ദേഹത്തെ പിന്തുടരുന്നു. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് നോക്കാം. ശ്ലോകം 14. ഏതത് രാജ്യം മമ ഭ്രാത ദത്തം സന്യാസമുത്തമം യോഗക്ഷേമവഹേ ചേമേ പാതുകേ ഹേമഭൂഷിതേ. ശ്ലോകം 14ൻ്റെ അർത്ഥം: എൻ്റെ ഭ്രാതാവ് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു തന്നതാണ് ഈ രാജ്യം. രാജ്യത്തിന് യോഗക്ഷേമം വരുത്തുന്നത് സ്വർണ്ണാലങ്കൃതമായ ഈ പാദുകങ്ങളാണ്. ശ്ലോകം 15. ഭരത ശിരസാ കൃത്വാ സന്യാസം പാദുകേ തതഃ അബ്രവീദ് ദുഃഖസന്തപ്തം സർവം പ്രകൃതിമണ്ഡലം. ന്യാസമായ പാദുകങ്ങളെ ശിരസാ വഹിച്ച് ദുഃഖസന്തപ്തനായ ഭരതൻ സന്നിഹിതരായ എല്ലാ പൗരന്മാരോടുമായി പറഞ്ഞു. ശ്ലോകം 16. ക്ഷത്രം ധാരയത ക്ഷിപ്രം ആര്യപാദാവിമൗ മതൗ ആഭ്യാം രാജ്യേ സ്ഥിതോ ധർമ്മ പാദുകാഭ്യാം ഗുരോർമമ. ജ്യേഷ്ഠൻ്റെ പാദങ്ങളായ ഇവയ്ക്ക് വെൺകുറ്റക്കുട പിടിക്കുക. ഈ ജ്യേഷ്ഠപാദങ്ങളാണ് നാട്ടിൽ ധർമ്മരക്ഷണം നിർവഹിക്കുന്നത്. ശ്ലോകം 17. ഭ്രാതാതുമയി സന്യാസോ നിക്ഷിപ്ത സൗഹൃദാദയം തമിമം പാലയിഷ്യാമി രാഘവാഗമനം പതി. ജ്യേഷ്ഠൻ സ്നേഹത്തോടെ എന്നെ ഏൽപ്പിച്ച ന്യാസമാണ് ഇവ. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് വരെ ഈ ന്യാസം ഞാൻ പരിപാലിക്കാം. ശ്ലോകം 18. ക്ഷിപ്രം സംയോജയിത്വാതു രാഘവസ്യ പുനഃസ്വയം ചരണൗ തൗ ത്വരാമസ്യ ദക്ഷ്യാമി സഹപാദുകൗ. ശ്ലോകം 18ൻ്റെ അർത്ഥം: ഇവയെ രാമൻ്റെ പാദങ്ങളിൽ ഞാൻ തന്നെ വീണ്ടും ചേർത്ത് സഹപാദുകങ്ങളായ ആ പാദങ്ങൾ ഞാൻ കണ്ട് വണങ്ങും. ശ്ലോകം 19. തതോ നിക്ഷിപ്തഭാരോഹം രാഘവേണ സമാഗതഃ നിവേദ്യ ഗുരവേ രാജ്യം ഭജിഷ്യേ ഗുരുവർത്തിതാം. അവിടെ ഈ ഭാരമിറക്കിയിട്ട് ജ്യേഷ്ഠങ്കൽ രാജ്യം തിരികെ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുവർത്തിയായി ഞാൻ കഴിയും. ശ്ലോകം 20. രാഘവായ ച സന്യാസം ദത്വേ മേ വരപാദുകേ രാജ്യം ചേതമയോധ്യാം ച ധൂതപാപൗ ഭവാമ്യഹം. ന്യാസങ്ങളായ ഈ പാതകങ്ങളെയും രാജ്യത്തെയും തിരികെ ഏൽപ്പിച്ച് ഞാൻ പാപമറ്റവനായി ഭവിക്കും. ശ്ലോകം 21. അഭിഷിക്തേ തു കാകുൽസ്തേ പ്രഹൃഷ്ടമുദിതേ ജനേ പ്രീതിർമമ യശൈവ ഭവേദ്രാജ്യാചതുർഗുണം. ശ്രീരാമൻ അഭിഷിക്തനായതിന് ശേഷം നാട്ടുകാർ എല്ലാവരും ആനന്ദഭരിതരായിരിക്കുമ്പോൾ എനിക്ക് രാജ്യത്തെക്കാളും 4 ഇരട്ടി വലിയ സന്തോഷവും കീർത്തിയും ലഭിക്കും. ശ്ലോകം 22. ഏവം തു വിലപന്തീനോ ഭരതസമഹായശാഖ നന്ദിഗ്രാമേ കരോദ്രാജ്യം ദുഃഖിതോ മന്ത്രിഭിः സഹ. മഹായശസ്വിയായ ഭരതൻ ഇങ്ങനെ വിലപിച്ചും കൊണ്ട് നന്ദിഗ്രാമത്തിൽ മന്ത്രിമാരോടുകൂടി രാജ്യകാര്യങ്ങൾ നിർവഹിച്ചു. ശ്ലോകം 23. സവൽക്കലജടാധാരി മുനിവേഷധര പ്രഭുഃ നന്ദിഗ്രാമേ വസദ്ധീര സസൈന്യോ ഭരതസ്തദാ.
നന്ദിഗ്രാമത്തിൽ സൈന്യത്തോടുകൂടി വസിക്കുന്ന കാലത്ത് അദ്ദേഹവും മുനിവേഷമായ ജടാവൽക്കലങ്ങൾ ധരിച്ചു. ശ്ലോകം 24. രാമാഗമനാകാംക്ഷൻ ഭരതോ ഭാതൃവത്സലഃ ഭ്രാതുർവചനകാരീ ച പ്രതിജ്ഞാപാരകസ്തദാ പാദുകേ ത്വഭിഷിച്യാഥ നന്ദിഗ്രാമോപസത്തദാ. ശ്ലോകം 24 അർത്ഥം: രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ഭ്രാതൃഭക്തനായ ഭരതൻ ജ്യേഷ്ഠൻ്റെ വാക്കുകളെ അനുസരിക്കുന്നവനായി, പ്രതിജ്ഞ തരണം ചെയ്യുന്നവനായി നന്ദിഗ്രാമത്തിൽ വസിച്ചു. ശ്ലോകം 25. സവാലവ്യജനം ഛത്രം ധാരയാമാസ സസ്വയം ഭരതശാസനം സർവം പാദുകാഭ്യാം നിവേദയൻ. പാദുകത്തിൽ അഭിഷേകം കഴിച്ച് അദ്ദേഹം തന്നെ അവയ്ക്ക് വെൺകൊറ്റക്കുട പിടിച്ച് വെഞ്ചാമരം വീശി പാദുകങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഉത്തരവുകളെല്ലാം പുറപ്പെടുവിച്ച് ഭരണം നടത്തിയത്. ശ്ലോകം 26. തതസ്തു ഭരതശ്രീമാൻ അഭിഷാചാര്യപാദുകേ തദാധീനസ്തദാ രാജ്യം കാരയാമാസ സർവദാ. ജ്യേഷ്ഠപാദുകങ്ങളിൽ അഭിഷേകം കഴിച്ച് രാജ്യത്തെ അവയ്ക്കധീനമാക്കിക്കൊണ്ടാണ് ഭരതൻ എപ്പോഴും പ്രവർത്തിച്ചത്. 115 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം, 27 ശ്ലോകം. തഥാ ഹി യത്കാര്യമുപൈതി കിഞ്ചിത് ഉപായനം ചോപഹൃതം മഹാർഹം സ പാദുകാഭ്യാം പ്രഥമം നിവേദ്യ ചകാര പശ്ചാത് ഭരതോ യഥാവത്. ശ്ലോകം 27 അർത്ഥം: ചെറിയ കാര്യം വന്നു ചേർന്നാലും വലിയ ഉപായനങ്ങൾ അല്ലെങ്കിൽ തിരുമുൽക്കാഴ്ചകൾ സമർപ്പിക്കപ്പെട്ടാലും അവയെല്ലാം പാദുകങ്ങൾക്കായി ആദ്യം സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് വേണ്ടും വണ്ണം പ്രവർത്തിച്ചു പോന്നത്.